കൊച്ചിയിൽ പ്രമുഖ IT വ്യവസായിയിൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ 30 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ എതിർവാദവുമായി പ്രതികൾ രംഗത്ത് വന്നിരിക്കുന്നു. വ്യവസായിയിൽ നിന്നും യുവതി നിരന്തരമായി ശല്യം നേരിട്ടിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി. സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ചിട്ടും വ്യവസായി പുറകെ നടന്ന് ശല്യം ചെയ്തു. ഇക്കാര്യം ചോദ്യം ചെയ്തതിലുള്ള പ്രതികാരമാണ് കേസിൽ കുടുക്കിയതെന്നും പ്രതികൾ പറയുന്നു. ഈ കേസിൽ ചാവക്കാട് സ്വദേശി ശ്വേതാ ബാബു, ഭർത്താവ് കൃഷ്ണരാജ് എന്നിവർക്ക് വ്യവസ്ഥകളോടെ എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ ചേർന്ന. സഹിൻ, സേതു ഇതിൽ ലഭിച്ചതുപോലെ തന്നെ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള സേതു നേരത്തെ ജോലിയെടുത്തിരുന്നത് കാക്കനാടിലെ ഈ വ്യവസായിയുടെ IT പാർക്കിലായിരുന്നു. അവിടെ ജോലിയെടുക്കുമ്പോൾ ഇയാൾ ഈ സ്ത്രീയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. അവരവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോയിട്ട് അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇയാൾ നിരന്തരം ഇവർക്ക് മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വ്യവസായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ സ്ത്രീ പരാതി നൽകുമെന്ന് അറിഞ്ഞതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനെന്നുള്ള വ്യാജേനയാണ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അവിടെ വെച്ച് ലോബിയിൽ വെച്ച് സംസാരിക്കുന്നു. പിന്നീടാണ് പോലീസ് ഇവരെ ഹണി ട്രാപ്പ് എന്നുള്ള പേരിൽ കൊടുക്കുന്നത്. 30 കോടി രൂപ ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ 50,000 രൂപ അഡ്വാൻസായി നൽകിയെന്ന് പറയുന്നു. 30 കോടി രൂപയ്ക്ക് 50,000 രൂപ അഡ്വാൻസ് എന്ന് പറയുന്നത് യുക്തിക്കൊരിക്കലും നിരക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവർ എതിർവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. DGPക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും എല്ലാം വ്യവസായിക്കെതിരെ പരാതി നൽകാനാണ് ഈ സ്ത്രീ ഒരുങ്ങുന്നത്. ഓക്കെ സഹിൻ, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്തയോടുകൂടി, ഈ റിപ്പോർട്ടോടുകൂടി